നമ്മളൊരു സാമ്പിൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇനി കൂടുതൽ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രൗസറിൽ എന്തൊക്കെ ബേസിക് ഫംഗ്ഷനാലിറ്റി ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. കാരണം നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു വെബ് ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രൗസറിൻ്റെ ഉള്ളിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വെബ് ആപ്ലിക്കേഷൻ. ഞാനിവിടെ എൻ്റെ ഫയർഫോക്സ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മുൻപ് ചെയ്ത് HTML ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള അഡ്രസ്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ അഡ്രസ് ബാറിൽ ഞാനിപ്പോൾ betasquirrel.io അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി. ഇനി അതല്ല എന്തെങ്കിലും സെർച്ച് ചെയ്യാനാണുള്ളതെങ്കിൽ അത് ഇവിടെ സെർച്ച് ചെയ്യുകയും ചെയ്യാം. നമ്മൾ മുമ്പ് വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്തല്ലോ. ഇനി ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കുറച്ച് വേറൊരു ഐക്കൺസ് എന്ന് പറയുന്നത് ഇവിടെ റീഫ്രഷ് ഐക്കൺ ഉണ്ട്, റീലോഡ് അല്ലെങ്കിൽ റീഫ്രഷ് ഐക്കൺ, ബാക്ക് ആരോ ഉണ്ട്, പിന്നെ ഫോർവേഡ് ആരോ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹിസ്റ്ററി ഉണ്ടല്ലോ, നമ്മൾ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററി, അതിലേക്ക് പോകാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഈ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്തായിരുന്നു ഓപ്പൺ ചെയ്ത് വെച്ച് അതിലേക്ക് പോയി. ഫോർവേഡ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതിൽ, അതാണ് ഈ ആരോസിൻ്റെ ഉപയോഗം. പിന്നെ നമ്മൾ ഈ HTML ഫയലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, ഇതിൻ്റെ കോഡിൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് റീലോഡ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ കോഡ് നമ്മൾ എഡിറ്ററിൽ സേവ് ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ബ്രൗസറിൽ വന്നിട്ട് ഈ ബ്രൗസർ റീഫ്രഷ് ചെയ്യണം. ഇതാണ് അതിനുള്ള ഐക്കണാണ് ഇത്, റീഫ്രഷ്. അതിനുള്ള ഷോർട്ട് കട്ട് അവിടെ തന്നെ കാണിക്കുന്നുണ്ടോ, റീലോഡ് കറന്റ് പേജിന്റെ അവിടെ Command R ആണ് മാക്കിലുള്ള ഷോർട്ട് കട്ട്. അത് വിൻഡോസിലോ ലിനക്സിലോ ഒക്കെ ആകുമ്പോൾ Control R. ഓക്കെ, ഇത് ഒരു ഫയൽ പാത്താണ്, ഒരു ലോക്കൽ ഫയൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫയൽ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ കാണിക്കുന്നത് ഇവിടെ. ഇനി അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അത് എന്താണ് പ്രോട്ടോകോൾ, HTTPS അങ്ങനെ ആയിരിക്കും അതിന്റെ പ്രോട്ടോകോൾ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു അഡ്രസ്സിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ആ പ്രോട്ടോകോൾ കഴിഞ്ഞതിന് ശേഷം ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഏതാണ് ആ വെബ്സൈറ്റ് എന്നുള്ള ഡൊമൈൻ നെയിം, google.com അല്ലെങ്കിൽ microsoft.com അങ്ങനെ എന്താണോ ഡൊമൈൻ, ആ ഡൊമൈൻ നെയിം ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ ആ ഡൊമൈൻ നെയിമിന്റെ മുമ്പ് www ഉണ്ടാവും, www. അങ്ങനെ www ഇല്ലാത്ത ഡൊമൈന് പറയുന്ന പേരാണ് നെയ്ക്ഡ് ഡൊമൈൻ. ഒരു നെയ്ക്ക് ആയിട്ടുള്ള ഡൊമൈൻ ആണ് www ഇല്ലാത്ത ഡൊമൈൻ. ഇപ്പോൾ പുതിയ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് www ഇല്ലാത്തതാണ്, കാരണം അത്രയും ഷോർട്ട് ആയല്ലോ. ഇനി ബ്രൗസറിലുള്ള വേറെ ഫംഗ്ഷനാലിറ്റി എന്താണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ മാക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡിങ് പ്രോഗ്രസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് അത് കാണാൻ പറ്റുക. പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പേജിൽ വെബ് പേജിൽ പോയി ഇത് നമ്മൾ പിന്നീട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്ന ഐക്കണാണ് ഈ ഒരു സ്റ്റാർ ഐക്കൺ. അങ്ങനെ ബുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് അത് ബുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഈ ടൂൾ ബാർ മുകളിൽ കാണുന്ന ടൂൾ ബാറിലാണെങ്കിൽ അങ്ങനെ തന്നെ ടൂൾ ബാർ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെബ് പേജസ് അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കാം. ഞാൻ ഡൗൺലോഡ് ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഐക്കൺസ് ഉണ്ട്, ഓൾ ഡൗൺലോഡ്സ് കാണാനുള്ള ഐക്കൺസ് ഒക്കെ ഉണ്ട്. അതേപോലെ വേറെ മെയിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രൗസറിന് അഡീഷണൽ ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്നതാണ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെവലപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ട് എലമെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താഴെ ഒരു ടാബ് ഓപ്പൺ ചെയ്യും. ആ ടാബിൽ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. ഒന്ന് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഈ കാണുന്ന വെബ് പേജിന്റെ കോഡ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഴുതിയ കോഡ് ഇവിടെ അങ്ങനെ തന്നെ കാണാം. അത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. എഡിറ്റ് ചെയ്ത സേവ് ആവില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാം. പക്ഷേങ്കിൽ അത് ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്തു, അതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ അത് അവിടുന്ന് കണ്ടന്റ് പോയല്ലോ. ഇനി ഞാനത് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും, കാരണം അത് സേവ് ആയിട്ടില്ല. പിന്നെ അതേപോലെ കൺസോൾ എന്ന് പറയുന്നത് നമ്മളൊരു HTML ചെയ്യുന്ന സമയത്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള എറേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കൺസോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീബഗർ ഉണ്ട്. ഡീബഗർ നമ്മളെ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലൈൻ ബൈ ലൈൻ കാണാൻ പറ്റും. നമുക്കൊരു ഡീബഗർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ലൈനിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് എത്തുന്ന സമയത്ത് നമുക്ക് അതിലൂടെ പോയി നോക്കിയിട്ട് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നെറ്റ്വർക്ക് ടാബ് ഉണ്ട്. നെറ്റ്വർക്ക് ടാബ് എന്ന് പറയുന്നത് നമ്മളൊരു വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ റിക്വസ്റ്റുകളാണ് സെർവറിലേക്ക് പോകുന്നത് എന്നുള്ളത് കാണുന്നതാണ് നെറ്റ്വർക്ക് ടാബ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഈ വിഷ്വൽ സ്റ്റുഡിയോന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് ഇൻസ്പെക്ട് കൊടുത്തു, നെറ്റ്വർക്ക് ടാബിൽ പോയി. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഈ ടാബ് ഒന്ന് റീലോഡ് ചെയ്യണം. ഞാനത് റീലോഡ് ചെയ്തു. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെബ്സൈറ്റ് റീലോഡ് ആവുന്നുണ്ട്, നമുക്ക് ഇവിടെ കാണാം. മേ ബി ഒന്നുകൂടെ ഡൗൺലോഡ് ആകും, അതുകൊണ്ട് ഞാൻ ഒരു ബാക്കിലേക്ക് പോവുകയാണ്. ഞാനത് റീഫ്രഷ് ചെയ്തു. ഇവിടെ നെറ്റ്വർക്ക് ടാബിൽ നമുക്ക് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം, അല്ലെങ്കിൽ HTML, പിന്നെ CSS, JavaScript,
XHR എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്ന സമയത്ത് ഇന്റർനെറ്റ് എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എറേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ സെർവർ വെബ്സൈറ്റിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം. ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം, നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം, ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നെറ്റ്വർക്ക് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ആയത്, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉള്ളത് HTML, CSS, JavaScript, XHR, ഫോൺസ്, ഇമേജസ്, മീഡിയ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഈ ഓപ്ഷൻസിൽ ഇമേജ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പേജിൽ എന്തൊക്കെ ഇമേജസ് ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അത് എവിടെ നിന്നാണ്, ഏത് സെർവർ നിന്നാണ് വരുന്നത് എന്നുള്ളത്. മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. മെത്തേഡിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കാം, ഒരു ഗെറ്റ് മെത്തേഡ്, ഒരു സെർവർ, ഈ ഡൊമൈൻ നിന്നാണ് ഇമേജ് വരുന്നത്. അതിൻ്റെ ഒരു ഫയലിന്റെ പേര് എക്സ്പാൻഡ് ഡൗൺ, അതാണ് ഒരു ഇമേജിന് നെയിം. ആ ഒരു ഇമേജ് ഇവിടെ ഒരു ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമേജസ് ഒക്കെ കാണാൻ പറ്റും, അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് XHR ആണ്. നമ്മൾ വെബ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർവറിലേക്ക് നമ്മൾ റിക്വസ്റ്റ് പോകുന്ന സമയത്ത് ആ റിക്വസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് XHR. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, ഇപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ആ XHRലാണ് നമ്മൾ നോക്കുക. അപ്പം നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. ഇതേപോലെ ഒരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിച്ചു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല, ഒന്നും ഫംഗ്ഷനാലിറ്റി ഒന്നും വർക്ക് ആവുന്നില്ല, ഒന്നും ഡൗൺലോഡ് ആവുന്നില്ല. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇൻസ്പെക്ട് എലമെന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം കൺസോൾ എടുക്കുക. കൺസോളിൽ എന്തെങ്കിലും എറേഴ്സ്, ഇതേപോലെ എറേഴ്സോ വാർണിംഗ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇത് നമുക്ക് ഈ വാർണിംഗ്സ് ഒഴിവാക്കിയിട്ട് എറേഴ്സ് മാത്രം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വാർണിംഗ്സ് സെലക്ട് ചെയ്തത് അൺസെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എറേഴ്സ് മാത്രം കാണാൻ പറ്റും. ഇനി ഈ എറേഴ്സ് നമ്മളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ ഈ ഫംഗ്ഷനാലിറ്റി എന്തെങ്കിലും നടക്കുന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർവറിലേക്ക് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പോകണ്ടേ, സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പാസ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ നോക്കാം. ഇവിടെ എന്തെങ്കിലും റിക്വസ്റ്റ് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ കോഡിൽ നമ്മളത് ഹാൻഡിൽ ചെയ്തിട്ടില്ല, അതൊന്നുകൂടെ പോയി കറക്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയാൽ മതിയാവും. ഇനി അതേപോലെ നമ്മൾ നെറ്റ്വർക്ക് ടാബും അതേപോലെ കൺസോളും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഈ നെറ്റ്വർക്ക് ടാബ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിലീറ്റ് ഐക്കൺ, ക്ലിയർ ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ടാബ് ക്ലിയർ ആവും. അതേപോലെ കൺസോൾ ക്ലിയർ ചെയ്യണമെങ്കിൽ അതിനും ക്ലിയർ ഓപ്ഷൻ ഉണ്ട്. ഈ കൺസോളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാതെ ഇൻസ്പെക്ട് ചെയ്ത് ഇൻസ്പെക്റ്റിന്റെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് എലമെന്റ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു എലമെന്റ് ഇവിടെ സെലക്ട് ആവും. ആ എലമെന്റ് സെലക്ട് ആയതിനു ശേഷം അതിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റൈൽ ഉണ്ട്, ഹോവർ ചെയ്യുന്ന സമയത്ത് ഏത് കളർ വേണം എന്നുള്ളത്. അത് ഞാൻ റെഡ് ആക്കി മാറ്റി, അതിവിടെ റെഡ് ആയിട്ടുണ്ട്. ഇനി ഞാനത് റീഫ്രഷ് ചെയ്തു. ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഞാൻ റീഫ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കളർ ഉണ്ടാവില്ല. വേറെ ബ്രൗസറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസീവ് മോഡാണ്. ഇവിടെ ഒരു റെസ്പോൺസീവ് ഡിസൈൻ ഐക്കൺ കാണാം, റെസ്പോൺസീവ് ഡിസൈൻ മോഡ്. അത് നിങ്ങൾ ക്രോം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം സിമിലർ ആയിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു മൊബൈൽ വ്യൂവിലേക്ക് പോകും. ആ മൊബൈൽ വ്യൂവിൽ ഞാൻ റെസ്പോൺസീവ് ഇവിടെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ മാറ്റിയിട്ട് ഡീഫോൾട്ട് മൊബൈൽ ഡിവൈസിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. iPhone 12 അല്ലെങ്കിൽ 13 Pro Max ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത്തിലേക്ക് പോയി. അപ്പോൾ ഈ മൊബൈൽ മോഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത വെബ് ആപ്ലിക്കേഷൻ ഈ മൊബൈലിൽ എങ്ങനെ കാണും, യൂസേഴ്സ് എങ്ങനെയാണ് അത് കാണാൻ പോകുന്നത് എന്നുള്ളത് ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ, ഓവർഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഏത് മോഡിലേക്ക് നോക്കാം, മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് പല സൈസുള്ള ഡിവൈസുകളിലും ചെക്ക് ചെയ്യുമല്ലോ യൂസേഴ്സ്. ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും, ചെറിയ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽസ് ഉപയോഗിക്കുന്നുണ്ടാവും, അതേപോലെ വലിയ സ്ക്രീൻസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാ സൈസിലും നമ്മൾ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് റെൻഡർ ആവേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഇങ്ങനെ മൊബൈൽ വ്യൂ എടുത്തതിന് ശേഷം ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡെവലപ്പേഴ്സിന് അയച്ചു കൊടുക്കണം. ഇങ്ങനെ മൊബൈൽ വ്യൂ കറക്റ്റ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഡെവലപ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം. ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ബ്രൗസറിലെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്.